അന്നത്തെ ഒരു പഠന രീതികൾ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റാൻഡേർഡ്, പഠിപ്പിക്കുന്ന രീതി, അതൊക്കെ ഇന്നത്തെ വെച്ചിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? ചെറിയ എഫേർട്ടിലൂടെ കൂടുതൽ ബോർഡ് എക്സാം മാർക്ക് വാങ്ങാം എന്നതിനെ കുറിച്ചാണ് കുട്ടികൾ. പ്രീ ഡിഗ്രി സിലബസിനകത്തില്ലാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ എൻട്രൻസിൽ വരും. പഴയ സിസ്റ്റവും ഇപ്പോഴുള്ള സിസ്റ്റവും ഇതിന്റെ പാർട്ടായിട്ട് തന്നെയുള്ള കാര്യമല്ലേ? അവിടുന്ന് കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന സംഗതികൾ ഇട്ടാലും. എന്തുകൊണ്ടൊക്കെ ആയിരിക്കും കുട്ടികൾ ഇങ്ങനെ വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ വൈ ദേ ആർ ഫെയിലിംഗ്? AI നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും നിങ്ങൾ ആരും മൊബൈൽ യൂസ് ചെയ്യരുത്, ടാബ് യൂസ് ചെയ്യരുതെന്ന് പറയുന്നത് കോവിഡിന് മനുഷ്യർക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായ പോലെ ലേണിംഗിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഒരു സിലബസിന് പുറത്തേക്ക് പോകുന്നു. ഓർഗാനിക് എന്താ പറയുക, കട്ടിയാണ്, കീറാമുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു സാധനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബേസിക്സ് അറിഞ്ഞതുകൊണ്ട് മാത്രം നീറ്റ് ക്വാളിഫൈ ചെയ്യണമെന്നില്ല. നിയർ ബൈ ഹാർട്ട് ചെയ്യുന്ന സിസ്റ്റം ഒഴിവാക്കണം. ഈ ഒരു ഫോർമാറ്റിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം ഉണ്ടാവുക. എന്താ പറയുക, നമുക്കൊരു പോഡ്കാസ്റ്റ് പോലത്തെ ഒരു സാധനം നമുക്ക് ചെയ്യണം. കുറേ ആൾക്കാരുണ്ട് നമ്മൾ ഡോപ്പായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും കുട്ടികളായിട്ട് മെഡിക്കൽ സ്റ്റുഡൻസും നീറ്റ് സ്റ്റുഡൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്നിരുന്ന് അവർക്ക് പഠനത്തിൽ ഗൈഡൻസ് കിട്ടുന്ന തരത്തിലുള്ള ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ എപ്പിസോഡായിരിക്കും സാറിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു രസമുള്ള കാര്യം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് അറിയുകയാണെങ്കിൽ, സാറ് അഷ്റഫ് സാർ നമ്മളെ കെമിസ്ട്രീൻ്റെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഒരു ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ പെട്ട ഒരാളാണ്. കെമിസ്ട്രി HOD ആണ് ഡോപ്പയിൽ, അതുപോലെ തന്നെ അക്കാഡമിക് ഹെഡാണ്. അപ്പോൾ എന്താ പറയുക, സാറിനോട് തന്നെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. സാർ കഴിഞ്ഞ ഒരു എത്ര വർഷമായി ഇപ്പോൾ ശരിക്കും എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് പഠിപ്പിക്കുക, എത്ര പ്രായത്തിൽ തുടങ്ങിയിട്ട് പഠിപ്പിക്കാൻ? ഞാൻ 24-ാമത്തെ വയസ്സിൽ തുടങ്ങി പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ ഏകദേശം 30 വർഷമായി. ഇനി വയസ്സ് പറയേണ്ടതല്ലേ? അപ്പോൾ ശരിക്കും ഉണ്ടല്ലോ, സാർ അന്ന് കെമിസ്ട്രി പഠിപ്പിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ ഇപ്പോൾ ആക്ച്വലി സാർ ഇങ്ങനെ ഒരു എവല്യൂഷൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. കെമിസ്ട്രീൻ്റെ സിലബസ് എവോൾവ് ചെയ്തതും പഠിപ്പിക്കുന്ന രീതികൾ ഇവോൾവ് ചെയ്തതും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ശരിക്കും അന്നത്തെ ഒരു പഠന രീതികൾ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതി, അതൊക്കെ ഇന്നത്തെ വെച്ചിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? ആദ്യകാലത്ത് എൻട്രൻസ് എക്സാമിന് നമ്മൾ ഇന്ന് പറയുന്ന പോലെ അത്ര വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ടായില്ല. അന്ന് പ്രീ ഡിഗ്രി ആണ്, +2 അല്ല. പ്രീ ഡിഗ്രിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതേപോലെ MG യൂണിവേഴ്സിറ്റി, അങ്ങനെ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രീ ഡിഗ്രിക്ക് സിലബസിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാമിന് വരുമ്പോൾ പ്രീ ഡിഗ്രി സിലബസിനകത്തില്ലാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ അന്ന് എൻട്രൻസിൽ വരും. ഓക്കെ. ഇപ്പോൾ കെമിസ്ട്രിയിൽ പറയുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ അന്ന് യൂണിവേഴ്സിറ്റി പ്രീ ഡിഗ്രി എക്സാമിന് പഠിപ്പിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവും. അതായത് BSc-ക്ക് MSc-ക്ക് അല്ല, പ്രീ ഡിഗ്രി പഠിപ്പിക്കുമ്പോൾ അതിനൊരു സിലബസ് ഉണ്ട്. ആ സിലബസിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ പറയുന്ന ചില റിയാക്ഷൻസ്, മെക്കാനിസം ഒക്കെ ഉണ്ട്. പക്ഷെ അതേ വർഷം തന്നെ നമ്മൾ മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പല നെയിംഡ് റിയാക്ഷൻസ്, കുറച്ചുകൂടി കോംപ്രിഹെൻസീവായ മെക്കാനിസം വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അന്നുണ്ടായി. ആദ്യകാലത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ പേപ്പർ ആയിരുന്നു. അപ്പൊ പരീക്ഷ അങ്ങനെ ശരിക്കും നടക്കുക പഴയ എൻട്രൻസ് എക്സാം ഒക്കെ? പഴയ എൻട്രൻസ് എക്സാം ഓരോ സബ്ജക്റ്റിനും ഓരോ പേപ്പർ വെച്ചിട്ടുണ്ടായി. വേറെ ദിവസങ്ങളായിട്ട് നടക്കുമായിരുന്നു. അപ്പം മോർണിംഗ് ഷിഫ്റ്റ് ഒന്ന്, പിന്നെ ആഫ്റ്റർനൂൺ വേറൊരു എക്സാം ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. നമ്മൾ പ്രീ ഡിഗ്രിക്ക് കുട്ടി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എൻട്രൻസിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എക്സ്ട്രാ തന്നെ ഒരു ടോപ്പിക്ക് പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അത് പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ പല പരാതികളും പിന്നെ പല പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ഫോർമാറ്റിലേക്ക് ഇത് മാറിയത്. ഇപ്പൊ കൃത്യമായിട്ട് നമുക്ക് അറിയാലോ, നീറ്റിന്റെ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുമ്പോൾ NTA സിലബസ് തന്നെ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു സിസ്റ്റത്തിലാക്കി. ശരിക്കും അപ്പൊ അന്ത കാലത്തും എന്ത് പറയാൻ പറ്റും, നമുക്കൊരു എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഉണ്ടായിരുന്നു. അന്നും ഉണ്ട് കോച്ചിങ്, പക്ഷെ അന്ന് കോച്ചിങ് സെന്റേഴ്സിന്റെ എണ്ണൊക്കെ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പൊ എങ്ങനെയായിരുന്നു ആൾക്കാർ വരിക ക്ലാസ്സിൽ? ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ, പ്രീ ഡിഗ്രി പഠിക്കുന്ന ആൾക്കാരാണ് ക്ലാസ്സിനേക്കാൻ വേണ്ടി. അതെ, പ്രീ ഡിഗ്രിയിൽ പഠിക്കുന്ന കുട്ടികൾ അന്ന് ഈ സാറ്റർഡേ സൺഡേയിലൊക്കെ അന്ന് ആ ഒരു ബാച്ചാണ് കാര്യമായിട്ട് ഉണ്ടായിരുന്നത്. അത് ട്യൂഷൻ എൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പോകുന്ന ഒരു സിസ്റ്റം. അവിടുന്ന് കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന സംഗതികൾ ആദ്യമായിട്ട്. അപ്പൊ അതുവരെയുള്ള ആളുകളൊക്കെ ആക്ച്വലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടൊന്നും അല്ല മേടിച്ചോണ്ടിരുന്നത്. +2ന്റെ കൂടെ ഒക്കെ പഠിച്ച് അവരിങ്ങനെ
കുറെ കൂടി ട്യൂഷനൊക്കെ പോയിട്ട് അതന്നെ ട്യൂഷൻ സെന്റേഴ്സ് ഒന്നും ഈ കാണുന്ന പോലെ ഇല്ല. വളരെ കുറഞ്ഞ സ്ഥലത്തെ സംഗതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ മുതലാണ് സാർ പഠിപ്പിക്കാൻ ആക്ച്വലി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ അന്നാണോ ഇപ്പോഴാണോ പഠിപ്പിക്കാൻ എളുപ്പം? ആക്ച്വലി എന്താണ് പഠിപ്പിക്കാൻ എളുപ്പം? ഇന്നാണ്. ഞാൻ 95 പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴേ രസകരമായ കാര്യങ്ങളെടുത്ത് പറയാനുള്ളത്, ഞാൻ അന്ന് ഫസ്റ്റിൽ 95 പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ശരിക്കും ഞാൻ കാലത്തൊരു 3:30 മണിക്കൊക്കെ എണീറ്റ് ഇരുന്നിട്ട് ഇത് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അന്ന് എൻ്റെ മദർ എൻ്റെ അടുത്ത് പലപ്പോഴും പറയും, MSCക്കും ഇതിനൊന്നും പഠിക്കുന്ന കാലത്തൊന്നും ഇത്ര നീ വർക്ക് ചെയ്തിട്ടില്ലല്ലോ, ഇപ്പോഴാണ് ഈ 3:30 മണിക്കും 4 മണിക്കൊക്കെ ഇരുന്ന് പഠിക്കുന്നതെന്ന് തമാശ രൂപ പറയാറുണ്ട്. മാത്രമല്ല അന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ SLC കഴിഞ്ഞ് വരുന്ന പ്രീ ഡിഗ്രിയിൽ വരുന്ന കുട്ടികൾ അന്ന് ഗ്രേഡിങ് സിസ്റ്റം ഒന്നുമില്ല, മാർക്കാണ്, അന്ന് റാങ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കോഴിക്കോട് ഇത് പഠിപ്പിക്കാൻ തുടങ്ങുന്ന കാലത്ത് ഒരു ക്ലാസ്സിലൊക്കെ കയറുമ്പോൾ അന്ന് SLCയിലെ ആദ്യത്തെ 50 റാങ്കിലുള്ള ഒത്തിരി കുട്ടികളെ ക്ലാസ് നല്ല ബ്രൈറ്റായ കുട്ടികളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ നല്ലോണം പഠിച്ചിട്ട് വേണം പോകാൻ. നമ്മൾ കോളേജിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ സമയം എടുത്ത് പഠിച്ചിട്ടാണ് നമ്മളത് ക്ലാസ്സിൽ കയറി പ്രസന്റ് ചെയ്യുന്നത്. സത്യത്തിൽ അങ്ങനത്തെ ഒരു കുട്ടികളെ അന്ന് പഠിപ്പിക്കാൻ അവസരം കിട്ടിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നതിന്റെ റീസൺ പറയുന്നത് കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞത് അങ്ങനെ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ അവസരം കിട്ടി. ശരിക്കും എത്ര വർഷം ഉണ്ടായിരുന്നു സാറിന്റെ ആ ഒരു പീരീഡ്? ആക്ച്വലി നമ്മളൊരു വളരെ ജൂനിയർ ആയിട്ട് ഇങ്ങനെ ഫ്രഷ്ലി ഇങ്ങനെ പുതിയ ഹൈ എൻഡ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു കാര്യം. 3 വർഷം നമ്മൾ നന്നായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങനെ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ പണിയെടുത്തിട്ടില്ല എന്നല്ല, സ്റ്റിൽ ഇപ്പോഴും ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കും എന്താണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് നമുക്കത് എൻജോയ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. അതാണ് ഒരു മെക്കാനിക്കലാവാതെ നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ ആ സാധനം ഉൾക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. ശരിക്കും ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു സാധനമുണ്ട്, കുട്ടികളുടെ അതായത് വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി നിലവാരം കുറഞ്ഞു വരികയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര ക്വാളിറ്റിയുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ ഈ ജെൻസി എന്നൊക്കെ പറഞ്ഞ് നല്ല കുറ്റം പറയുന്നുണ്ട് കുട്ടികളൊക്കെ. എന്താ സാറിപ്പോൾ ഈ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അങ്ങനത്തെ ഒരു കണക്കിലൊരു 3 ജനറേഷനെ കണ്ടിട്ടുണ്ട് സാറ്. എന്തായിരിക്കും ഒരു അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കുട്ടികളെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഇപ്പോൾ 10th കഴിഞ്ഞ് വരുന്ന കുട്ടികളൊക്കെ തന്നെ എസ്പെഷ്യലി നമ്മൾ പറയുമ്പോൾ ഈ പോസ്റ്റ് കോവിഡ് എന്ന് വേണമെങ്കിൽ പറയും. ഈ കോവിഡിന് ശേഷം 2019 ശേഷമുള്ള ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ അവൾ വളരെ കാൽക്കുലേറ്റഡ് ആയി വളരെ എന്താ പറയുക ബൗണ്ടറി ഒക്കെ വരച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് കുട്ടികൾ വരുന്നുണ്ടാവുക. അവർ ആ ഒരു സർക്കിളിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പുറത്തേക്ക് കടക്കുന്ന ഒരു രീതി കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ നിലവിൽ. ഇപ്പം അതിൻ്റെ ഏറ്റവും റീസെൻ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ വർഷത്തെ +2 കെമിസ്ട്രി ആനുവൽ എക്സാം പേപ്പർ 1-2 ക്വസ്റ്റ്യൻ പ്രീവിയസ് അല്ലാത്തത് ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ കണ്ടു കാണും സോഷ്യൽ മീഡിയയിലും പത്രത്തിലൊക്കെ കെമിസ്ട്രി പേപ്പർ ടഫായിരുന്നു എന്നുള്ള ആവലാതിയൊക്കെ പറയുന്നത്. സത്യത്തിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്ത ടീച്ചർ സിലബസിന് പുറത്തു പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ അതിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ കാര്യം മുഴുവനും അവരെ NCERT പുസ്തകത്തിൽ ഉണ്ടായിരുന്ന സാധനമായിരുന്നു. അപ്പോൾ ആദ്യത്തെ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പോൾ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെറിയ എഫേർട്ടിലൂടെ കൂടുതൽ ബോർഡ് എക്സാം മാർക്ക് വാങ്ങാം എന്നതിനെ കുറിച്ചാണ് കുട്ടികൾ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതെ. പണ്ട് കാലത്തൊക്കെ അപ്പോൾ ആക്ച്വലി ആൾക്കാർ എങ്ങനെയായിരുന്നു സാറ് പറയുന്നത്? പണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ +2 ബോർഡ് എക്സാം എന്ന സിസ്റ്റത്തിന് മുമ്പ് യൂണിവേഴ്സിറ്റിന്റെ പ്രീ ഡിഗ്രി എക്സാമാണ്. അന്ന് യൂണിവേഴ്സിറ്റി എക്സാം പറയുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു 4-5 വർഷത്തെ പ്രീവിയസ് പേപ്പർ പഠിച്ചു പോയി എഴുതിയാലൊന്നും നമ്മളെ കണ്ടന്റ് കിട്ടുമെന്ന് വരില്ല. കാരണം ആ സിലബസിനകത്ത് നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ നല്ല ഡെപ്ത് തന്നെ പഠിച്ചു പോയാലേ അന്ന് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. സാർ ഈ 2 കാര്യം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ ആളുകളുടെ പെർസ്പെക്റ്റീവ് മാറിയിട്ടുണ്ടാവാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ തർക്കമില്ല. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ കുട്ടികളൊക്കെ ഇപ്പോൾ എനിക്ക് ആക്ച്വലി ജെൻസി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നാദാപുരത്തോ അവിടെ തല്ലുണ്ടായി എന്ന് പറയുന്നു. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സാറ് വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നോ? ഒരു ഷർട്ട് എടുത്തപ്പോൾ
ഒരേ കളർ ഷർട്ടായി പോയി പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ആദ്യത്തെ കമന്റ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വലിയ കമന്റുകൾ ആദ്യം വരുന്ന സാധനം വെച്ചാൽ ഇവർ 2K ആണോ എന്ന് ചോദിക്കുന്നത്. അതായത് അങ്ങനെ ആണെങ്കിൽ അടച്ചങ്ങ് ആക്ഷേപിക്കാന്നുള്ള രൂപത്തിലാണ് ഈ കുട്ടികളെ ഇങ്ങനെ യങ്ങർ കുട്ടികളെയൊക്കെ ചുമ്മാ അങ്ങനെ ഒന്നിനെ പുച്ഛിക്കാന്ന് പറയില്ലേ. ഇപ്പൊ നമ്മുടെ ഓഫീസിലടക്കം ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ നീ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇങ്ങനെ അപേക്ഷിക്കുക. പക്ഷെ ഞാൻ ചോദിക്കാം, പഴയ സിസ്റ്റവും ഇപ്പോഴുള്ള സിസ്റ്റവും ഇതിന്റെ പാർട്ടായിട്ട് തന്നെയുള്ള കാര്യമല്ലേ? പണ്ട് സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ എവിടെ നിന്നും ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികൾ അതിനകത്ത് കുറച്ചുകൂടി വിജിലന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ കോവിഡിന് ശേഷമൊക്കെ ചോദ്യം പുറത്തുനിന്ന് ചോദിക്കുന്നില്ല, ചോദ്യം ഉള്ളിൽ നിന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അങ്ങനെ കുട്ടികൾ ട്രെയിൻഡ് ആയി പോയതല്ലേ? കുട്ടികളെ കുറ്റം പറയാൻ പറ്റുമോ? അല്ല, നമ്മളെ സിസ്റ്റത്തിന്റെ തകരാറാണ്, കുട്ടികളെ തകരാറല്ല. നമ്മൾ സിസ്റ്റം അതിനനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്ത് ആ രൂപത്തിലേക്ക് എത്തിച്ചു. അതാണ് ഇപ്പോ കോവിഡിന് ശേഷം ആദ്യത്തെ കൊല്ലം ആ ഒരു ക്രൈസിസിന്റെ പീരീഡിൽ നമ്മൾ ആദ്യം ചെയ്തെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്ന സിലബസ് തന്നെ ഇന്ന പോർഷൻസ് ഇല്ല, പോർഷൻ ഒഴിവാക്കി ഈ ഒരു സെക്ഷൻ പഠിച്ചാൽ മതി. അത് അന്ന് അങ്ങനെ ആ ഒരു എന്താ പറയാ ആ ഒരു ക്രൈസിസിനെ നേരിടാൻ വേണ്ടി എടുത്തൊരു മെഷറായിരുന്നു. പിന്നീട് അതൊരു പതിവായി, പിന്നീട് കുറച്ച് കാലത്തേക്ക് അതായിപ്പോയി. പിന്നീട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എപ്പോഴും എല്ലാവരും അന്നാണ് ഈ ഫോക്കസ് ഏരിയ എന്നൊക്കെ പറഞ്ഞ വേർഡ് കുട്ടികൾ ആദ്യമായിട്ട് കേട്ടത്. ഫോക്കസ് ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനെ ആ ഫോക്കസ് ഏരിയയിലാണ് കുട്ടികൾ ഫോക്കസ് ചെയ്തത്. അതിന്ന് ഒരു തിരിച്ചുപോക്കാണ് ഇനി നമുക്ക് പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അങ്ങനെ വന്നത് ആക്ച്വലി നമ്മളുടെ ഒരു അക്കാഡമിക് സ്റ്റാൻഡേർഡ്സിനെ കുറച്ചിട്ടുണ്ടോ? തീർച്ചയായും. ഈ ഫോക്കസ് ഏരിയ പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ചില ഭാഗങ്ങളൊന്നും നോക്കാതെ കുറഞ്ഞ കാര്യങ്ങളാണ് അന്ന്. അത് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ അത് ചിലപ്പോൾ വേണം. കാരണം കുട്ടികൾ സ്കൂളിൽ പോകാനോ അവർക്കൊരു ടീച്ചർ ഇന്ററാക്ഷനിൽ പഠിക്കാനുള്ള അവസരമൊന്നും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം കണ്ടെത്തിയൊരു മാർഗമായിരുന്നു അത്. ഞാനിങ്ങനെ വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മളിങ്ങനെ കുട്ടികളെ കണ്ടിട്ടുണ്ട്, സാർ കോവിഡിന്റെ സമയത്തായിരുന്നു ഫോക്കസ് ഏരിയ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കത് മൊത്തമായിട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. അവരിനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അവർക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്? അവർക്ക് നഷ്ടപ്പെട്ടത് സത്യത്തിൽ ബേസ് ലെവൽ ഇൻഫർമേഷൻ ആണ് ഇൻകംപ്ലീറ്റ് ആയത്. അത് തന്നെയാണ് സ്റ്റിൽ ഇപ്പോഴും അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം. കോവിഡിന് മനുഷ്യർക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായ പോലെ ലേണിംഗിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കോവിഡ് പ്രശ്നത്തിലാണല്ലോ നമുക്കറിയുന്ന കുട്ടികൾ നമ്മളെ ഇലക്ട്രോണിക് ഡിവൈസസ് അൺകൺട്രോൾഡ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കുട്ടികൾക്ക് കിട്ടി. ഇപ്പൊ നമുക്കത് തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം AI നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ആരും മൊബൈൽ യൂസ് ചെയ്യരുത്, ടാബ് യൂസ് ചെയ്യരുതെന്ന് പറയുന്നത് അത് നമ്മൾ കുട്ടികളെ ഒരു 15 വർഷം ബാക്കോട്ട് വലിക്കുന്നത്. അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നതാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യേണ്ടത്. അല്ലാതെ ആ സിസ്റ്റത്തെ നമ്മൾ അബദ്ധമാണ്, വിട്ടിത്താണെന്ന് എൻ്റെ അഭിപ്രായം. ശരിക്കും കുട്ടികൾക്ക് എങ്ങനെയാണ് ഇനി അവർക്കത് ഇപ്പോൾ ഈ പറയുന്ന ഞാനിപ്പോൾ ഇങ്ങനെ ചോദിക്കുക, ഒരു കുട്ടിക്ക് ഇപ്പോൾ കെമിസ്ട്രീൻ്റെ ഒരു ബേസിക്സ് കുറച്ച് കുറവുണ്ട്, അത് പണ്ട് പഠിച്ച ഒക്ടക്ട് റൂൾ പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ പോലത്തെ സാധനങ്ങളൊന്നും കയ്യിലില്ല എന്ന് വിചാരിക്കാം. ആ കുട്ടിക്ക് ഇനി ഒരു പോസിബിലിറ്റി ഇല്ലേ ആക്ച്വലി നീറ്റ് പോലത്തെ എക്സാമിൽ? ഏത് സബ്ജക്റ്റ് നമുക്ക് ബേസ് ലെവൽ മുതൽ ബിൽഡ് ചെയ്താൽ നമുക്ക് ഏത് ഐഹൻഡ് എത്താനും പറ്റും. അതിന് ടൈം വൈകിട്ടൊന്നുമില്ല. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന പല കുട്ടികളും +1 +2 അവരെ മാർക്ക് ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ കെമിസ്ട്രിയിൽ A+ ഉണ്ടാകും, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഫുൾ മാർക്ക് ഉണ്ടാകും. ബട്ട് ഈവൻ ദോ ചില കാര്യങ്ങളൊന്നും അവർക്ക് അറിയാറില്ല. അതെല്ലാവർക്കും അറിയാവുന്ന ഈ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. A+ എന്നത് ഒരിക്കലും കുട്ടികളെ ഒരു ഓവറോൾ ലേണിംഗ് അവമായിട്ടൊന്നും നമ്മൾ മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അവർ എഴുതിയ പേപ്പർ അവർ ചിലപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്തപ്പോൾ അവർക്ക് മാർക്ക് കിട്ടിയതാകാം. അതിനർത്ഥം ഈ ഇയറിൽ അവർ പഠിച്ച എല്ലാ ചാപ്റ്ററിലും അവർ എക്സലായി എന്നൊന്നും ഇല്ല, അർത്ഥമില്ല. അപ്പം അതുകൊണ്ട് ഈ റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഞാൻ എൻ്റെ അനുഭവത്തിലുണ്ട്. അവർക്ക് ഒന്നും എക്സ്പെഷ്യലി പലരും ഓർഗാനിക് കെമിസ്ട്രി ഒരു ബുദ്ധിമുട്ട് പറയുന്ന സാധനം ഒന്നും കാർബണിന്റെ വാലൻസി 4 എന്ന് അറിയാത്ത ആള് റിപ്പീറ്റ് ചെയ്യാൻ വരാറുണ്ട്. അവരാ ബേസ് ലെവലിൽ പഠിച്ച് അടിപൊളിയായിട്ട് നല്ല പെർഫോമൻസ് എത്തിക്കുന്ന ഇഷ്ടം പോലെ കുട്ടികളെ എനിക്ക് പറയാൻ പറ്റും. സാറിന്റെ ഒരു അങ്ങനത്തെ ഒരു അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന സ്റ്റുഡൻസ് ആരൊക്കെയായിരുന്നു? ഇഷ്ടം പോലെ. ഒരു പേര് പറയുമ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വന്നപ്പോഴേ ഞാൻ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ എടുത്തു കെമിസ്ട്രി. ഞാനിപ്പോൾ ഇത് എൻ്റെ കുട്ടികളെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺസെപ്റ്റ് ഓഫ് ആറ്റം വാസ് ഡെവലപ്ഡ് ബൈ ഡാൽട്ടൺ എന്ന് പറഞ്ഞു. ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഒരു പയ്യനെ എന്നെ പെൻസിൽ പിടിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, സാർ ഈ കോൺസെപ്റ്റിൻ്റെ മലയാളം എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, കോൺസെപ്റ്റ് എന്ന സങ്കല്പം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവൻ ആ നോട്ടിൽ മലയാളത്തിൽ അതിൻ്റെ മുകളിൽ പെൻസിൽ ഇങ്ങനെ എഴുതുക.
കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ കാഥോഡ് റേ പഠിപ്പിക്കുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ കാഥോഡ് റേ ക്യാൻ ബി ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ഞാൻ പറഞ്ഞു. ആ നോട്ട് ഇങ്ങനെ എഴുതുമ്പോൾ ചോദിച്ചു, സാറേ എനിക്കൊരു സംശയമുണ്ട്, അങ്ങനെ ചോദിക്കുന്നതാണ്, ഡിഫ്ലക്റ്റഡിന്റെ മലയാളം എന്താ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നീ മലയാളം മീഡിയത്തിലാണ്? സാറേ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ ഈ ഡിഫ്ലക്റ്റഡിന്റെ എക്സാക്ട് മലയാളം പറയാൻ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല എന്ന് ഞാൻ മോശമാക്കാൻ പറയുന്നല്ല. ഡിക്ഷണറി വാക്കിൽ അതിന് വിഭ്രംശം സംഭവിക്കാൻ പറയാം, അങ്ങനെയൊക്കെ പറയാതെ നമുക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞവനോട് വ്യതിചലിക്കാന്ന് വേണമെങ്കിൽ പറഞ്ഞാലും മനസ്സിലാക്കി. അപ്പോൾ അവൻ അത് എഴുതി വെച്ചു. ഇവനിത് ഇങ്ങനെ മലയാളത്തിൽ എഴുതുന്ന കണ്ടിട്ട് അവൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരുത്തം ഭയങ്കര ചിരി. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാ മോനെ ചിരിക്കുന്നത് ചോദിച്ചു. അല്ല സാറേ, ഈ ചെറിയ വാക്കിൻ്റെ പോലും അർത്ഥം അറിയുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ചിരി വന്നതാണ്. അപ്പം നീ എവിടെ പഠിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ കോഴിക്കോട് സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത്. അവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ഇവൻ ഈ ചെറിയ ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ അവനക്ക് വല്ലാണ്ട് ചിരി വന്നതാണ്. ഞാൻ അവനോട് പറഞ്ഞു, അത് ശരിയല്ലടാ, ഒരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചുരുക്കി പറയാം, ഈ മലയാള വേർഡ് ഇങ്ങനെ പെൻസിൽ കൊണ്ട് എഴുതിയ ആള് എൻട്രൻസ് ക്വാളിഫൈ ചെയ്തു, MBBS കഴിഞ്ഞു, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് PG കഴിഞ്ഞു, കുറേ കാലം കോഴിക്കോട് ആസ്റ്റർ മിംസിൽ അവൻ ഡോക്ടർ. അത് കഴിഞ്ഞ് ഇപ്പൊ ആള് ഗൾഫിൽ പോയിട്ട്. കാരണം ഇപ്പോഴും ബന്ധമുണ്ട് അവരൊക്കെ, ഇപ്പോഴും ഉണ്ട്, ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട് കുട്ടികളൊക്കെ. ശരിക്കും ഈ ഇങ്ങനെ അധ്വാനിച്ചിട്ട് തിരിച്ചിട്ട് ഇതേപോലെ ചോദിക്കാലോ, ഇതുപോലത്തെ അധ്വാനിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കയറി വരുന്ന സ്റ്റോറീസ് ഭയങ്കര ഇൻസ്പിറേഷനിലാണ്. അതുപോലെ തന്നെ അധ്വാനിക്കാതെ ആരെങ്കിലും ഇങ്ങനെ കയറുന്നതായിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു അനുഭവം എനിക്ക് തോന്നിയിട്ടില്ല. ഒരു എഫേർട്ട് എടുക്കാതെ ഒരു ഈസി ഗോയിങ്ങിൽ എൻട്രൻസ് ക്വാളിഫൈ ചെയ്ത് പോകുന്ന. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ, നല്ല തലയാണെങ്കിൽ ഇങ്ങനെ കയറി പോവാൻ വലിയ മല്ലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ, അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മള് വർക്ക് ചെയ്താൽ എത്തിപ്പെടും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞു, കുട്ടി അവന് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, അവൻ പറയുന്നത് എനിക്ക് അങ്ങനെ അറിയില്ല, പക്ഷെ അവനത് വളരെ അതൊരു പോസിറ്റീവായിട്ട് കണ്ടിങ്ങനെ പഠിച്ചാണ് ഇത്തരം ലെവലിലെത്തിയത്, മുന്നോട്ട് പോയത്. ഇങ്ങനത്തെ കുട്ടികളുടെ കഥകൾ പറയുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ എല്ലാവരും, ഇപ്പോൾ ഞാനാണെങ്കിലും സാറാണെങ്കിലും ഒക്കെ വിജയിച്ച ആൾക്കാരുടെ കഥകൾ ഇങ്ങനെ നമ്മളിങ്ങനെ പറയാൻ രസമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, സാറ് ശരിക്കും എത്ര ഇരട്ടി പരാജയപ്പെട്ടവരെ കണ്ടിട്ടുണ്ടാവും മൊത്തത്തിൽ? ഒരുപാട് പേര് പരാജയം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാൻഡിഡേറ്റ്, ഇവൻ മലയാളത്തിൽ ഇങ്ങനെ അർത്ഥം ചോദിച്ച് ചിരിച്ച ഒരു കുട്ടീൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അവൻ പിന്നീട് എന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഇട്ടാവുന്ന നമ്മളെ ഈ ഫോക്കസ് മാൾ വെച്ചുകയാണ്. അവൻ എൻ്റെ അടുത്ത് ഓടി ഒന്ന് സാറ് കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നപ്പോൾ? സാർ ഞാൻ സയൻസ് വിട്ടു എന്ന് പറയുന്നത്. +2 കൂടി ഞാൻ സയൻസ് വിട്ടു. പിന്നെ ഞാൻ BBA കഴിഞ്ഞു. അതിനുശേഷം ഞാൻ MBA എടുത്തതാണ്. ഇപ്പൊ ഞാൻ ഗൾഫിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു. സയൻസ് വിട്ടു. അവൻ അത്ര +2 10th നല്ല മാർക്കാണ് എനിക്ക്, പക്ഷെ ആ പെർഫോമൻസ് പിന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ ഉണ്ടായില്ല. അപ്പം സയൻസ് സ്ട്രീമിൽ തന്നെ വിട്ട് വേറെ സ്ട്രീമിലേക്ക് പോയി നാം പറഞ്ഞു. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, എല്ലാവരും ഒരേ സ്ട്രീമിൽ പോയി എപ്പോഴും സക്സസ് ആവും. ഈ എൻട്രൻസ് ഫീൽഡിലേക്ക് കമ്മിറ്റ് ചെയ്യുന്ന കുട്ടികളിൽ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം, ഞാനൊരു 10-12 വർഷമായി നിൽക്കുന്നു. ഞാനൊരു 30,000 കുട്ടികളൊക്കെ എൻട്രൻസ് പഠിക്കുന്നുണ്ട് എല്ലാ വർഷവും. ഞാൻ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നോക്കുമ്പോൾ ഓരോ വർഷം 3,000-4,000 കുട്ടികളൊക്കെ ഇതിങ്ങനെ പഠിപ്പിച്ച് പോകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു 3,000 പേർക്ക് കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, 27,000 പേർക്ക് ഫെയിൽ ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതുണ്ട്. അതിപ്പോ എന്താണെന്ന് ചോദിച്ചാല്, ഈ എൻട്രൻസ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ബയോളജിയിൽ ഡാർവിന്റെ തിയറി പഠിക്കുന്നു, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഞാൻ കുട്ടികളോട് പറയാതെ ഏറ്റവും ഇപ്പൊ നമുക്ക് വേഗം മനസ്സിലാകുന്ന സ്ഥലം ഈ നീറ്റ് എക്സാം ആണ്. അറൌണ്ട് 24 lakhs കുട്ടികൾ എഴുതുമ്പോൾ ഇതിൽ ഫ്യൂ നമ്പറിനെ ഉള്ളൂ. അത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് തന്നെയാണ്. അത് അതിനർത്ഥം ബാക്കിയുള്ളവരൊന്നും കൊള്ളൂല എന്നല്ല. ആ ഒരു പെർട്ടിക്കുലർ എക്സാമിൽ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ അവരെ എന്നേ അതിനർത്ഥമുള്ളൂ. ശരി, അപ്പൊ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ തോറ്റുപോയവരുടെ ആസ്പെക്ട് നമുക്ക് സംസാരിച്ചു വെക്കാം. എന്തുകൊണ്ടൊക്കെ ആയിരിക്കും ഈ കുട്ടികൾ ഇങ്ങനെ വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ വൈ ദേ ആർ ഫെയിലിംഗ്? അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ കഴിവില്ലാത്തതുകൊണ്ടാണോ ആക്ച്വലി എന്ന അഭിപ്രായം എനിക്കില്ല. ഈ എൻട്രൻസ് നീറ്റ് കിട്ടാത്ത അല്ലെങ്കിൽ JEE എക്സാം എഴുതി കിട്ടാത്ത കുട്ടികളൊന്നും ഒന്നിനും കൊള്ളവരുതാത്തരാണോ അല്ലെങ്കിൽ എവിടെയും എത്താത്തതാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആകെയുള്ള ഒരു ലിമിറ്റഡ് നമ്പർ സീറ്റിനുള്ള ഒരു കോമ്പറ്റീഷനാണ്. അതിൽ ബെസ്റ്റ് സെലക്ട് ആവുന്നു എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം ബാക്കിയുള്ളവരൊന്നും ഒന്നിനും കൊള്ള എത്രയോ ആളുകളുണ്ട് എൻട്രൻസ് എക്സാം നീറ്റ് ഒന്നും കിട്ടാതെ ജീവിതത്തിൽ ഉയർന്ന ലെവലിൽ നല്ല സക്സസ് ആയ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ബിസിനസ്സിലൊക്കെ നല്ല ഹൈ ലെവലിലെത്തിയ ഇഷ്ടം പോലെ കുട്ടികൾ. കോഴിക്കോട്ടത്തെ ചില വളരെ പ്രസിദ്ധമായ, പേര് പറയാൻ പറയുന്നില്ല, വളരെ ഫേമസ് ആയ ചില ഹോട്ടലിന്റെ ഓണേഴ്സ് എന്ന സ്റ്റുഡൻസ് എൻട്രൻസിനൊക്കെ വന്നതായിരുന്നു. പക്ഷെ അവരെ കിട്ടിയില്ല. അവരെ മേഖലയിൽ പോയി അതിൽ നല്ല സക്സസ്ഫുൾ ആണ് അവര്. അപ്പൊ അതിന്റെ അർത്ഥം നീറ്റ് കിട്ടാത്തത് കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്ന
നമ്മൾ പൊതുവിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ. നമുക്ക് എന്താ വെച്ചാൽ ബേസിക്സ് അറിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഫെയിലായി പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ബേസിക്സ് അറിഞ്ഞാലും അങ്ങനെ ഫെയിലായി പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ? അതായത് ബേസിക്സ് അറിഞ്ഞതുകൊണ്ട് മാത്രം നീറ്റ് ക്വാളിഫൈ ചെയ്യണമെന്നില്ല. അതായത് അതിനൊരു കോച്ചിങ് കൂടി വേണം. പല സ്കൂളുകളിലും ടീച്ചിങ് ഉണ്ട്, പക്ഷെ അവിടെ കോച്ചിങ് ഇല്ല. ഈ കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ നമ്മളെ പോലുള്ള സ്ഥാപനങ്ങളിൽ വരുന്നത്. അപ്പോൾ ആ പ്രോപ്പർ കോച്ചിങ് കൂടി കിട്ടുമ്പോഴാണ് അവർ നല്ല പെർഫോമൻസ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കുട്ടികൾ നല്ല മാർക്കുള്ള കുട്ടികൾ എന്താ എൻട്രൻസിൽ എക്സാം എത്തുമ്പോൾ പുറകോട്ട് പോയി. അതിൻ്റെ പ്രോപ്പർ കോച്ചിങ് ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ അവർ അതിനകത്ത് വേണ്ടത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമ്പോൾ കുട്ടികൾ റിപ്പീറ്റർ എന്ന ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറിയിട്ട് റിപ്പീറ്ററും സൂപ്പർ റിപ്പീറ്ററൊക്കെ ആയിട്ട് കുട്ടികൾ പോകുന്നുണ്ട്. കാരണം ഒരു കുട്ടീനടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവൻ്റെ പ്ലാൻ പറഞ്ഞത് എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. +2 സാറെ കോച്ചിങ്ങിനൊന്നും പോകാതെ നല്ല എൻജോയ് ചെയ്ത് സ്പോർട്സ് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, ഫസ്റ്റ് റിപ്പീറ്റിന് ചേർന്നിട്ട് നീറ്റിലുള്ള ടോപ്പിക് ഒന്ന് പഠിക്കണം ഫസ്റ്റ് റിപ്പീറ്റ്, എന്നിട്ട് സെക്കൻഡ് റിപ്പീറ്റ് ആകുമ്പോൾ നല്ല റാങ്ക് വാങ്ങി ക്വാളിഫൈ ചെയ്തു. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളും നമുക്ക് കാണുന്നുണ്ട്. സാർ എന്താ ഇങ്ങനത്തെ ആ ഒരു ട്രെൻഡ് വരുന്നതിന് സാർ എങ്ങനെ നോക്കി കാണുന്നത്? ഈ ഇങ്ങനെ റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് അത് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടി പണ്ടൊക്കെ ഒരു ഇയർ പോവുക എന്ന് പറയുന്നത് കുട്ടികളും പാരൻസും സൊസൈറ്റിയൊക്കെ ഭയങ്കര ഒരു കോൺഷ്യസ് ആയൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ചില ആളുകൾ എന്ത് മണ്ടത്തര കാണിക്കുന്നൊക്കെ ചോദിച്ചൊരു കാലഘട്ടം. കാരണം +2 കഴിഞ്ഞു, ഡിഗ്രിക്കൊന്നും പോവാതെ ഒരു കൊല്ലം വീട്ടിലിരുന്ന് അല്ലെങ്കിൽ കളഞ്ഞിട്ട് ഇതിനെന്തിനാ പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പം ആരും ചോദിക്കുമല്ലോ, അപ്പം എല്ലാവരും അത് വളരെ ഫെമിലിയർ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ഏജിൻ്റെ ഒരു കൺസേൺ ഇല്ല, കുട്ടികൾക്കില്ല, പാരൻസിനില്ല. അതുകൊണ്ട് തന്നെ 1, 2, 3 കൊല്ലം പോയാലും പ്രശ്നമില്ല, നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് എത്തട്ടെ എന്ന ആ ഒരു മോട്ടീവിലാണ് ഇപ്പോൾ പോകുന്നത്. ശരിക്കും ഇങ്ങനെ വളരെ പേഴ്സണലുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത് സാറിന് നല്ലതായിട്ടാണോ കാണുന്നത്, ഒരു അപകടകരമായിട്ടുള്ള കാര്യമായിട്ടാണോ തോന്നുന്നത്? അതായത് ഒരാൾക്ക് പിന്നെ ഒരു കാര്യത്തിനോട് വളരെ അതിയായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതവൻ നേടിയെടുക്കട്ടെ, അവൻ അതിലൊന്നായി ഷൈൻ ചെയ്യും. നമ്മളൊരു കാര്യം അതിയായി ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവനും അവന് വേണ്ടി വരും എന്നാണല്ലോ പിന്നെ പറഞ്ഞു. പിന്നെ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ കുട്ടികളൊരാഗ്രഹമാണ്, അവർക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ ഡെഫിനറ്റ് അവർ വർക്ക് ചെയ്യട്ടെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും ആരുടെയും ഫോഴ്സിന് വിധേയമായിട്ടാവരുത്. സ്വമേധയാണെങ്കിൽ നന്നായി. എൻ്റെ ഒരു അഭിപ്രായം അതിനകത്ത് എനിക്ക് ആഡ് ചെയ്യാനുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ, എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ വർഷത്തിന് വേണ്ടി ട്രൈ ചെയ്യാതെ നേരത്തെ തന്നെ പണിയെടുത്ത് തുടങ്ങണം എന്നുള്ളൊരു കാര്യം. തീർച്ചയായും. കാരണം നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ടൈമിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. എത്ര പെട്ടെന്ന് നമുക്കൊരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമോ അത്രയും നമുക്കതിൽ എക്സൽ ആകാൻ പറ്റും. പെട്ടെന്ന് എത്തുക എന്നുള്ളതിനും കാര്യമുണ്ട്. തീർച്ചയായും. കുറേ സമയം എടുക്കുക എന്നുള്ളതിന്. ഇപ്പോൾ നീറ്റിൽ നമ്മൾ പുതിയ ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ ഈ വർഷം. ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് എടുത്തു കളഞ്ഞു. 50 ചോദ്യം കെമിസ്ട്രി ചോദിച്ചതിന് പകരം 45 ചോദ്യമായിട്ട് മാറുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്ട്? എൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കട്ട് ഓഫ് മാർക്ക് കുറയും. അതെങ്ങനെയാണ് കുറയുക? അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ 50 ക്വസ്റ്റ്യനിൽ 45 ചെയ്താൽ, അപ്പോൾ അതിനകത്ത് ചില ടഫായ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവർക്ക് അതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി, ബാക്കിയുള്ളത് എഴുതിയാൽ മതി. ഇപ്പോൾ അങ്ങനെ ഇല്ലല്ലോ, 45 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. വി ഹാവ് ടു അറ്റൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ 1-2 ക്വസ്റ്റ്യൻ, 2-3 ക്വസ്റ്റ്യൻ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ക്വസ്റ്റ്യൻ വന്നോ, അപ്പം അത് എഴുതി തെറ്റിക്കുന്ന കുട്ടികളെ എണ്ണവും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ അത്ര കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. സാറ് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ശരിക്കും ഈ കെമിസ്ട്രിക്ക് വലിയൊരു അംഗവൈകല്യം സംഭവിച്ച പോലെ ഉണ്ട്. ഫിസിക്കൽ, ഇനോർഗാനിക്, ഓർഗാനിക് എന്നിങ്ങനെ 3 വിങ്ങായിട്ട് നിന്നതിൽ നിന്ന് കുറേ ചാപ്റ്റർ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞപ്പം ഇനോർഗാനിക് ഭയങ്കര ഓർഗാനിക് പറ്റി അങ്ങ് പോയിട്ടുണ്ട്. ഇനോർഗാനിക്കിൽ ഇപ്പോൾ ഒരു 4-5 ചാപ്റ്ററിൽ ഒതുങ്ങിയിട്ടുണ്ട്. ചില കുട്ടികളെ സംബന്ധിച്ചും ഇനോർഗാനിക് കുറേ ഫാറ്റ്സുകൾ നമ്മളിങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ അത് ചില കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഏരിയയാണ്. നേരെ തിരിച്ചുണ്ട് കേട്ടോ, നല്ല ഇഷ്ടപ്പെടുന്ന കുറെ കുട്ടികളുണ്ട്. ഇപ്പോൾ വേറൊരു ബെനിഫിറ്റ് ഞാൻ കാണുന്നത്, ഒരു 4-5 ചാപ്റ്റർ ഇനോർഗാനിക് ഉണ്ട്. അത് പഠിച്ചാൽ എന്തായാലും ഒരു 10-12 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ആ ഒരു 5 ചാപ്റ്ററിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ശരിക്കും ഒരു ബിഗിന്നർ കുട്ടി എന്നുള്ള രൂപത്തിൽ കെമിസ്ട്രീന്റെ ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? ഇനോർഗാനിക് അല്ലെങ്കിൽ അങ്ങനെ സത്യത്തില് നമ്മുടെ നീറ്റിന്റെ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാല് 3 സെക്ഷനും ഓൾമോസ്റ്റ് ഈക്വൽ വെയിറ്റേജ് ഒക്കെ അതിനകത്തുണ്ട്. എല്ലാം വരുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു 15 ഈക്വൽ ആകുമ്പോൾ 45 ക്വസ്റ്റ്യൻ. അത് ചില വേരിയേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു 17 ക്വസ്റ്റ്യൻ ഫിസിക്കല്, ഒരു 16 അല്ലെങ്കിൽ ഒരു 18 ക്വസ്റ്റ്യൻ ഓർഗാനിക്, ഒരു 13 ക്വസ്റ്റ്യൻ
ഇൻഓർഗാനിക്. അങ്ങനത്തെ ഒരു ഡിഫറൻസ് അല്ലാതെ ഇൻഓർഗാനിക് ഒരു 7 ക്വസ്റ്റ്യൻ, ഓർഗാനിക് ഒരു 23 ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരിക്കലും കറക്റ്റ് ഡിവിഷനിലല്ല വരുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ മാർജിനൽ ഡിഫറൻസ് വരുന്നില്ല. അതുകൊണ്ട് കുട്ടിക്ക് കൂടുതൽ ഈൽഡ് കിട്ടുന്നത് ആക്ച്വലി ഇൻഓർഗാനിക് പഠിക്കുമ്പോഴായിരിക്കും. അങ്ങനല്ല, ഇൻഓർഗാനിക് പഠിക്കാൻ ചില കുട്ടികൾക്ക് വലിയ എഫേർട്ട് ഇല്ലാതെ അവർക്ക് പഠിക്കാൻ പറ്റും. ബയോളജി പോലെ ബയോളജി പോലെ കുറെ ഫാക്ട്സുകൾ ഇങ്ങനെ പഠിച്ചു നോക്കാനുണ്ട്. ആണ്. ഫിസിക്കൽ കെമിസ്ട്രി ആകുമ്പോൾ ന്യൂമറിക്കൽസ് ഉണ്ട്. ആ ന്യൂമറിക്കൽ തന്നെ കുറച്ച് ടഫായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാല്യൂസ് ഒക്കെ മാറ്റി ചെയ്ത് ന്യൂമറിക്കൽ സ്റ്റെപ്പിലൂടെ ആൻസറിൽ എത്തേണ്ടി വരും. ഓർഗാനിക് ആണെങ്കിൽ തന്നെ അതിന്റെ മെക്കാനിസം, റിയാക്ഷൻ മെക്കാനിസം ഒക്കെ നല്ല തറവായിട്ട് പഠിച്ച കുട്ടിക്ക് റിയാക്ഷൻസ് ഒക്കെ വേഗം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ പല കുട്ടികൾക്കും എളുപ്പമുള്ള ഒരു സെക്ഷനാണ് ഇൻഓർഗാനിക് മനസ്സിലാണ്. അതുകൊണ്ട് ഇൻഓർഗാനിക്കിൽ തന്നെ ചെയ്തു പോകാം എന്നുള്ളത്. ഈ ഓർഗാനിക്കിന് നല്ല ചീത്തപ്പേരുള്ള സാധനമാണ് ആക്ച്വലി. ഓർഗാനിക് എന്താ പറയുക, കെട്ടിയാണ്, കീറാമുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു സാധനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നേരെ തിരിച്ച് ഡോപ്പയിൽ തിരിച്ച് വേറെ കാണാറുണ്ട് കേട്ടോ കഥ. അശ്വ സാറ് ക്ലാസ്സിൽ കയറിയിട്ട് കുട്ടികൾ പറഞ്ഞാൽ ചിലത് എളുപ്പമായി എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ ഓർഗാനിക്കിൽ എന്താ ഒരു മാജിക് കൊടുക്കാനുള്ളത്? ഓർഗാനിക്കിന്റെ മാജിക് എന്ന് പറഞ്ഞാല് കുട്ടികൾ അതിന്റെ ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങും. അത് ആക്ച്വലി അവർ പഠിക്കുന്നത് 10th സ്റ്റാൻഡേർഡ് തുടങ്ങുന്നുണ്ട്. ഇനി ബാൻഡിലേക്ക് 10th സ്റ്റാൻഡേർഡിന് അത് അത്ര വേണ്ടത്ര കിട്ടിയില്ലെങ്കിലും 11th 12th നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ ബേസ് പഠിച്ച കുട്ടികൾ ഓർഗാനിക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ബേസ് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഓർഗാനിക് ടഫ് എന്ന് പറയുന്നത്. എൻ്റെ ബേസ് പോയാൽ പിന്നെ ഒരു രക്ഷയിലൊന്നും മനസ്സിലാവില്ല. ആ മെക്കാനിസം കുറച്ചൊരു ഏരിയ ഉണ്ട്, അതൊന്ന് നന്നായിട്ട് കുട്ടികൾ പഠിച്ചറിയും. ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന കുട്ടിയാണെങ്കിൽ പോലും അതൊന്ന് നന്നായിട്ട് ചെയ്താൽ അവന് അടിപൊളി പെർഫോമൻസ് ഓർഗാനിക് ചെയ്യാൻ വേണ്ടി പറ്റും. 2 കൂട്ടം കുട്ടികളുണ്ട്. ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 +2 ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്. അവർക്ക് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഉപദേശമായിരിക്കും. കാരണം അവിടെ നിന്ന് ബേസ് ക്ലിയർ ആക്കി വരണം എന്നുള്ളത്. പക്ഷെ അഥവാ +2 കഴിഞ്ഞ കുട്ടിയാണല്ലോ, ഇപ്പോൾ ക്രാഷൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പീരീഡാണ്, ആ കുട്ടി ഇത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ തലയിൽ കൈ വെക്കും. ദൈവമേ എൻ്റെ അല്ല, ഞാൻ പറഞ്ഞു അവരൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഏത് സ്റ്റേജിലും നമുക്കതിന്റെ ബിഗിനിങ് ബേസ് മുതൽ തുടങ്ങണമെന്നേ ഉള്ളൂ. ഒരു ക്രാഷ് ഇതുവരെ ഓർഗാനിക് പഠിക്കാത്തൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര അതിനകത്ത് ഒരു ക്ലാരിറ്റി ഇല്ല. അവര് ക്രാഷിൽ വന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിലെ ഓർഗാനിക്കിലെ 2 ചാപ്റ്റർ അത് അതിന്റെ ബേസ് ലെവൽ മുതലൊന്ന് പഠിച്ചാൽ മതി. അപ്പോൾ അവർക്ക് നന്നായിട്ട് ആ കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഇയർ ടോപ്പിക്ക് വളരെ ഈസി ആയിട്ട് പോകും. അപ്പോൾ നമ്മുടെ നീറ്റിൽ, നമ്മുടെ ഡോപ്പയിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ ഓർഗാനിക്കിൻ്റെ ഏറ്റവും ബേസ് ലെവൽ മുതൽ ഐ ഹെൻഡ് വരെ ആ വീഡിയോയിൽ കൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മളെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ കുട്ടികളെ എടുത്ത് അവർ പ്രീവിയസ് +1 +2 10th ഒന്നും ഓർഗാനിക് വളരെ വീക്കായൊരു കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ ആ വീഡിയോ ക്ലാസ് കണ്ട് അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ എല്ലാം വരും. ഞാൻ പറയാം ഒരു 99 കുട്ടികളും അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ അതാണ് നമ്മൾ ഓർഗാനിക്കിൽ നടക്കുന്ന മാജിക് എന്ന് പറഞ്ഞത്. സാറ് ബേസ് നിന്ന് തുടങ്ങുന്നതിന്റെ ബേസ് ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ വാലൻസി 4 എന്ന കോൺസെപ്റ്റ് മുതൽ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ എളുപ്പമായിട്ട് കുട്ടികൾക്ക് ഫീൽ ആവും. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓർഗാനിക്കിന്റെ കാര്യത്തിൽ ഡോക്ടറിൽ ഇങ്ങനെ അല്ലെങ്കിൽ കുട്ടികൾ സന്തോഷത്തോടു കൂടി ഇരിക്കാനുള്ള ഒരു റീസൺ ഐ തിങ്ക് ഈ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ആ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കുട്ടികൾ സാറിങ്ങനെ ഇത്രയും കുട്ടികളെ കണ്ട ഒരു ഇതിനകത്ത് ഈ റിവിഷൻ സമയത്തൊക്കെ, ഇപ്പോൾ റിവിഷനാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ സമയത്തൊക്കെ കുട്ടികൾ കുറേ ആൾക്കാർ മണ്ടത്തരങ്ങൾ കാണിക്കലുണ്ട്. സാർ അങ്ങനെ നോട്ട് ചെയ്ത് പറയാൻ വേണ്ടി പറ്റുന്ന ഈ ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ കുട്ടികൾ കാണിക്കുന്ന റിപ്പീറ്റേഴ്സ് കാണിക്കുന്ന ഒരു മണ്ടത്തരം ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു സിലബസിന് പുറത്തേക്ക് പോകുന്നു. അതായത് സിലബസിലില്ലാത്ത കുറച്ചുകൂടി ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം എന്ന ഒരു മിസ്കോൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടും. ഇതധികം ഞാൻ കണ്ടിട്ടുള്ളത് ഈ റിപ്പീറ്റേഴ്സ് കുട്ടികൾക്കാണ്. കാരണം അവരെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഫുൾ റിപ്പീറ്റ് ചെയ്തു, എന്നിട്ട് ഞങ്ങൾ മാർക്ക് വേണ്ടത്ര എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ അറ്റംപ്റ്റിൽ നമ്മൾ നല്ല പെർഫോമൻസ് കിട്ടണമെങ്കിൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ പഠിക്കണം എന്നൊരു തോട്ട് അവർക്കുണ്ടാവും. പക്ഷെ ആ തോട്ട് പഠിക്കുന്ന സിലബസിനകത്ത് നിന്നിട്ടുണ്ടാവണം. അതിന് പല കുട്ടികളും സിലബസിന്റെ പുറത്തേക്ക് പോകുന്നു കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഒരു വേണ്ടത്തെ ആവശ്യമില്ലാത്ത സമയം പോക്കുന്ന ഒരു കാര്യമാണ്. കാരണം ക്വസ്റ്റ്യൻസ് ഫുള്ള് സിലബസിനകത്ത് നിന്നിട്ടാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാമുകളൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഔട്ട് ഓഫ് NCERT അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. അത് കാണുമ്പോൾ കുട്ടികൾക്ക് ശരിക്കും പേടിയാവും. അപ്പോൾ കുട്ടികൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാമിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എന്താ ചെയ്യുക? സത്യത്തിൽ അതിൻ്റെ ചില കുട്ടികൾ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചിട്ട്, സാർ ഇതിൽ ഇന്ന ഒരു ഓപ്ഷൻസ് 4 ഓപ്ഷനിൽ ചില ഓപ്ഷൻസ് ആൻസർ ഇത് NCERT ഇല്ലാത്തൊരു ടേമാണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ സത്യത്തിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതാവില്ല.
അപ്പൊ ആൻസർ അല്ലാത്തൊരു സാധനം വെറുതെ ഓപ്ഷനിൽ അവിടെ ഇടുന്നതാണ്. അങ്ങനെ ചിലത് NCERT-ന്റെ പുറത്തുള്ള ചില പിന്നെ ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവും. പക്ഷെ അത് ഒരിക്കലും ആ ക്വസ്റ്റിന്റെ ആൻസറിൽ വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ടേം കണ്ടു കഴിഞ്ഞാൽ കുട്ടിയുടെ ചില കുട്ടികൾക്ക് അവര് വല്ലപ്പോഴും അങ്ങനെ വരുന്ന ഒരു ടേം ആണ് കുട്ടികൾ കാര്യമായിട്ട് എടുത്തിട്ട് ഒരുപാട് സമയം അവസാനത്തെ ലാപ്പിൽ കൊണ്ടുപോയിട്ട് കളയും. അപ്പൊ എന്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് മൊമെന്റിൽ എത്തുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആ സിലബസിനകത്ത് തന്നെ നിൽക്കണം. അതിൽ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് മാക്സിമം അവർ ചെയ്ത് പഠിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് അതിൽ നല്ല മാർക്ക് കിട്ടുന്നത്. ശരി, ഈ കെമിസ്ട്രി എക്സാം എഴുതുന്ന സമയത്ത് ആക്ച്വലി എല്ലാവരും കൂടുതൽ ഭയക്കുന്ന സാധനം ഫിസിക്സ് ആയതുകൊണ്ട് ബയോളജിയുടെ ഉള്ളിൽ നിന്നും കെമിസ്ട്രിയുടെ ഉള്ളിൽ നിന്നും പരമാവധി സമയം ഫിസിക്സിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി കുട്ടികൾ എടുക്കാറുണ്ട്. ശരിക്കും അത് എങ്ങനെ ഈ കെമിസ്ട്രിയുടെ ഉള്ളിൽ നിന്ന് കുറച്ചൊരു സമയം ലാഭിക്കാൻ പറ്റാം? അതായത് കെമിസ്ട്രിയും അത് എനിക്ക് തോന്നുന്നത് നീറ്റ് എക്സാം എഴുതുന്ന മെജോറിറ്റി കുട്ടികളും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അതാണ്. ആദ്യം ബയോളജി 90 ക്വസ്റ്റ്യൻസ് വളരെ സ്പീഡിൽ ചെയ്യും. കാരണം ഒരു ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും അത് വേഗത്തിൽ ചെയ്യും. അപ്പൊ കുറച്ച് സമയം അവിടുന്ന് കിട്ടും. പിന്നീട് അവർ കെമിസ്ട്രിയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ കെമിസ്ട്രിയിലെ ഇനോർഗാനിക് കെമിസ്ട്രി ക്വസ്റ്റ്യൻ ബയോളജി പോലെയാണ്. അത് ജസ്റ്റ് വായിക്കുമ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടും. ഇപ്പൊ ബോണ്ട് ഓർഡർ ഓഫ് 4-2 അത് പഠിച്ച കുട്ടിക്ക് അറിയാം 2 ആണ് ആൻസർ. അപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ആൻസർ കിട്ടും. അപ്പൊ അങ്ങനത്തെ ഇനോർഗാനിക് കെമിസ്ട്രിന്ന് കിട്ടും. അതേപോലെ ഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡയറക്റ്റ് ആയിട്ട് വേഗം വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ ജസ്റ്റ് കാണുമ്പോൾ ആൻസർ ടിക്ക് ചെയ്യാൻ പറ്റുന്ന. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ലെസൈൻസ് ടെസ്റ്റ്. നമുക്ക് വേഗം കാണുമ്പോൾ ടിക്ക് ചെയ്യാം. പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഓർഗാനിക്കിലെ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് റിയാക്ഷൻസോ അല്ലെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രിയിലെ ന്യൂമറിക്കൽ അത്ര ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യേണ്ട ചില ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കിയൊക്കെ ആ പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പൊ അവിടുന്ന് അവർക്ക് കുറച്ച് സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും. ഈ ബയോളജിന്നും കെമിസ്ട്രിന്നും സമയം അവർക്ക് ഫിസിക്സിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ അങ്ങനെ വരുന്ന കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു എക്സാമിൽ അത് എന്താ ചെയ്യേണ്ടത്? അപ്പൊ തന്നെ ചെയ്യാൻ ശ്രമിക്കണോ അതോ ലാസ്റ്റിലേക്ക് മാറ്റി? എന്റെ അഭിപ്രായം, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് ഒരു കുട്ടിക്ക് തോന്നുകയാണോ ഇത് പെട്ടെന്ന് എന്നെ കൊണ്ട് എത്തിക്കാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ഫീൽ ആണെങ്കിൽ ഞാൻ പറയാം അവരതിന്റെ പേരിൽ ടൈം കളയരുത്. വേഗം നമുക്ക് അറിയുന്നതിലേക്ക് പോകാം. അതിന്റെ ടൈം സ്പെൻഡ് ചെയ്താലുള്ളൊരു പ്രശ്നം, കുട്ടികൾക്ക് ഒരു മാനസിക സമ്മർദ്ദം കൂടും. ഈ ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ടുമില്ല, എൻ്റെ ടൈം കുറെ പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടെൻഷൻ കൂടുതൽ ഉണ്ടാക്കാൻ അത് കാരണമാവും. പകരം അതവിടെ പെൻഡിങ് വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു മൈൻഡ് ഒന്ന് പീസ്ഫുൾ മൈൻഡ് ആവും. ഞാൻ ഇത്ര ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തല്ലോ എന്നുള്ളത്. അപ്പൊ അവരുടെ മൈൻഡ് ഒന്നുകൂടി റിലാക്സ്ഡ് ആവും. അപ്പൊ ആ നേരത്തെ കിട്ടാത്ത ക്വസ്റ്റ്യനും കിട്ടാൻ തുടങ്ങും. അപ്പോൾ സാറ് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ തുടക്കത്തിൽ നമ്മൾ അറിയുന്നത് എളുപ്പമുള്ളത് ചെയ്ത് പോവാ, അറിയാൻ പാടില്ലാത്ത ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്യാം അല്ലേ? സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മളെല്ലാം ഒരു റൗണ്ട് നമ്മൾക്ക് അറിയുന്ന ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ ഒരു കൂൾനെസ്, ഒരു കാംനെസ് ഒക്കെ ഉള്ളത് കൊണ്ട് മറ്റേത് ഉത്തരം വരുന്ന ശാന്തമായ ഒരു മൈൻഡ് ആവും. അപ്പൊ നമുക്ക് ശാന്തമായ മൈൻഡിലെ തിങ്കിങ് പ്രോപ്പർ ആവും. അല്ലെങ്കിൽ തിങ്കിങ്ങിന് പ്രശ്നം വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം. സോ എന്തായാലും നമ്മളിങ്ങനെ എൻട്രൻസ് ഉണ്ടായ കാലം മുതലുള്ള കഥകൾ കുറച്ച് സമയം കൊണ്ട് സാറ് നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനീഷ്യലിയുള്ള എൻട്രൻസുകൾ, അന്നുണ്ടായിരുന്ന ഡിഫിക്കൽട്ടികൾ, ഇന്നത്തേക്ക് അത് എങ്ങനെ എളുപ്പമായി എന്നുള്ളതും അതിൻ്റെ ഇടയിൽ നമ്മൾ കോവിഡും ഫോക്കസ് ഏരിയയും പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. സോ വാല്യുബിൾ ആയിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ടൊക്കെ സാറ് വന്നിരുന്നതിന് സാറിനോടുള്ള താങ്ക്സ് പറയാണ്. ഈ വർഷം അല്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ എൻട്രൻസ് എഴുതാൻ പോകുന്ന ആളുകളോട് സാറിന് എന്താ ആക്ച്വലി പറയാനുള്ളത്? സാറിൻ്റെ ഒരു ടീച്ചിങ് ഫിലോസഫിയിൽ എന്താ പറയുന്നത്? ടീച്ചിങ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യവും മിയർ ബൈ ഹാർട്ട് ചെയ്യുന്ന സിസ്റ്റം ഒഴിവാക്കണം. അതിൻ്റെ കണ്ടന്റ് സബ്ജക്റ്റ് അറിഞ്ഞ് പഠിച്ചാൽ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഏത് മേഖലയിലും നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടുന്നതാണ് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. സോ എല്ലാവരും അതുപോലെ മിയർ ബൈ ഹാർട്ട് ഒഴിവാക്കി മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി സാറിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ഒക്കെ എന്ത് സബ്ജക്റ്റിലും അങ്ങനെ തന്നെ പോകാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പിന്നീട് വേറൊരു അവസരത്തിൽ എന്തായാലും കണ്ടുപിട്ടാൽ. താങ്ക് യു.